ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ നെസ്റ്റ് ബൈ റൂപ്സ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് വ്ളോഗുമായിട്ടാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല കാണിക്കാൻ. ഈവനിങ് രാത്രിത്തേക്കുള്ള ഭക്ഷണത്തിൻ്റെ ചെറിയൊരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 5:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി കുറച്ച് പ്രിപ്പറേഷനൊക്കെ ചെയ്ത് വെക്കാമെന്ന്. അപ്പോൾ ഞാൻ കോളിഫ്ലവർ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ കോളിഫ്ലവർ ഞാൻ ആദ്യം ഒന്ന് കുക്ക് ചെയ്യും, ഒരു 5 മിനിറ്റ്. ചിലരത് കുക്ക് ചെയ്യാതെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാറാണ്. പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ തിളച്ച വെള്ളത്തിലേക്ക് ഞാൻ ഇതളാക്കി എടുത്ത് വെച്ചിട്ടുള്ള ഓരോ ഇതളായി എടുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് ഒരു 5 മിനിറ്റ് മാക്സിമം ഞാനതൊന്ന് തിളപ്പിക്കാറുണ്ട്. എന്നിട്ട് ഊറ്റി വെക്കുകയാണ് പതിവ്. അപ്പം അതിൽ ഞാൻ ഉപ്പിടുന്നുണ്ട്. അപ്പോൾ ഇത് തിളപ്പിക്കാൻ വെക്കട്ടെ. അപ്പോൾ വെള്ളം തിളപ്പിക്കാൻ ഞാൻ ഗ്യാസുമേൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കോളിഫ്ലവറിനെ കണ്ടിട്ട് ഫ്രഷാണെന്ന് തോന്നുന്നു. എത്ര ഫ്രഷാണെങ്കിലും അതിൽ പുഴുക്കളുണ്ടാവും. അപ്പോൾ അടർത്തിയിടുമ്പോൾ ശ്രദ്ധിക്കുക. പച്ച കളറിൽ നമുക്ക് പുഴുക്കളെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ കാണുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഓരോ ഇതളായിട്ട് അടർത്തിയിടാം. കണ്ടോ? എത്ര നല്ല ഫ്രഷ് കോളിഫ്ലവർ ആണെങ്കിലും പുഴുക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമുക്കിങ്ങനെ അടർത്തിയെടുക്കുമ്പോൾ കാണാം. പിന്നെ എന്തായാലും കോളിഫ്ലവർ കുക്ക് ചെയ്യുമ്പം അധിക പേരും തിളച്ച വെള്ളത്തിൽ ഇട്ട് വെക്കും. ഞാൻ കുക്ക് ചെയ്യുന്നുണ്ട്, ഒരു 5 മിനിറ്റ് തിളപ്പിക്കുന്നുണ്ട്. അതല്ലാതെ തന്നെ തിളച്ച വെള്ളത്തിലിട്ടിട്ടാണ് ഇത് കഴുകിയെടുക്കുന്നത്, ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പുഴുക്കളൊക്കെ ചത്തുപോവും. പക്ഷെ ഞാൻ മാക്സിമം ഇങ്ങനെ അടർത്തി എടുക്കുമ്പോൾ തന്നെ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റാം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈവനിങ് വ്ളോഗുമായിട്ടാണല്ലോ. അപ്പോൾ ഒരു ഈവനിങ് വ്ളോഗ് ഈ മന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഫ്രണ്ട്സ് കുറച്ച് പേരൊന്നും ഇല്ല, 2 പേരേ ഉള്ളൂ ഇന്ന് വരാമെന്ന് പറഞ്ഞത്. അപ്പോൾ അവർക്കുള്ള കുക്കിംഗ് പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു ഈവനിങ് വ്ളോഗ്. അല്ലാതെ ഡെയിലി ലൈഫിലെ ഈവനിങ് വ്ളോഗിൽ ഒന്നും ഉണ്ടാവില്ല പ്രത്യേകിച്ച് കാണിക്കാൻ. കാരണം രാത്രി ഉച്ചയ്ക്ക് കുക്ക് ചെയ്ത് വെക്കുന്നതാണ്. പിന്നെ ചായ കുടിക്കുന്നതും ചോറ് തിന്നതൊന്നും മാത്രമേ കാണിക്കാനുണ്ടാവും. അപ്പോൾ അങ്ങനെ ഗസ്റ്റൊക്കെ വരുമ്പോഴാണല്ലോ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാകുക, കുറച്ച് കാണിക്കാൻ മാത്രം ഉണ്ടാകുക. അപ്പോൾ ഞാൻ കരുതി എന്നാൽ അതിൻ്റെ കൂടെ ഒരു വ്ളോഗും ആയിക്കോട്ടെ എന്ന്. ഞാൻ ലൈവ് വോയിസ് കൊടുക്കുന്നത് കാരണം പുറത്ത് കുട്ടികളുടെ ബഹളവും അതുപോലെ തന്നെ പട്ടികളുടെ ഒച്ചപ്പാടും ഒക്കെ ഉണ്ട്. എല്ലാം ഒന്ന് ഇഗ്നോർ ചെയ്തേക്കുക. അപ്പം ഞാൻ വിചാരിക്കുന്നത് തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയും അതിൻ്റെ കൂടെ ഗീ റൈസും ഗോബി മഞ്ചൂരിയനും ആക്കാമെന്നാണ്. അപ്പോൾ ചിക്കനൊക്കെ കിട്ടണ്ടിക്കൽ ഏട്ടൻ വരണം. ഏട്ടൻ ഓഫീസിൽ പോയിട്ടാണുള്ളത്. അപ്പോൾ അതിന് വേണ്ട കുറച്ച് പ്രിപ്പറേഷൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സാധനമൊക്കെ ലേറ്റായി കിട്ടിയാലും ലേറ്റായി ഉണ്ടാക്കിയാലും കുഴപ്പമില്ലല്ലോ. ഓൾറെഡി എല്ലാ പ്രിപ്പറേഷനും ചെയ്ത് തേങ്ങ വറുത്തരച്ച് വെക്കാം, അതുപോലെ തന്നെ സവാളയൊക്കെ നന്നാക്കി വെക്കാം, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാക്കി വെക്കാം. അങ്ങനെ കുറച്ച് പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കുക്കിംഗ് കഴിയുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് പരിപാടി ചെയ്യാൻ തുടങ്ങിയതാണ്. എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വ്ളോഗൊക്കെ കാണാൻ, ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് കാണാൻ ഇഷ്ടമാണ് മറ്റുള്ളവരുടെ. അപ്പോൾ ചിലരൊക്കെ എതിരഭിപ്രായം കാണും. മറ്റുള്ളവരുടെ വീട്ടിലേക്ക് എത്തി നോക്കുന്നതാണല്ലോ മലയാളിയുടെ സ്വഭാവം എന്നൊക്കെ കമൻറ്റൊക്കെ വരാം. പക്ഷേ നമുക്കൊരു പ്രചോദനമാണ്. ചിലരൊക്കെ മോട്ടിവേറ്റഡ് ആയിട്ട് നമ്മളെ ഇങ്ങനെ വ്ളോഗിലൊക്കെ ഓരോ കാര്യങ്ങൾ ചിലപ്പോൾ ഓരോ റെസിപ്പി ആയിരിക്കും നമുക്ക് കിട്ടുക. അതല്ല ക്ലീനിങ് ഒക്കെ ആണെങ്കിൽ കുറച്ച് നമുക്കൊന്ന് ചെയ്യാനൊരു മോട്ടിവേഷനാണ്. അങ്ങനെയൊക്കെ ഒരു പോസിറ്റീവ് വേയിൽ എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ചെയ്യാനും ഇഷ്ടമാണ്. അപ്പോൾ ഇത് നമ്മളെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന, ഞാൻ മാക്സിമം പുഴുവൊന്നും ഇല്ലാണ്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്, അതിട്ട് കൊടുക്കാം. ഈ വെള്ളത്തിലേക്ക് മഞ്ഞൾ കൂടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. നമ്മുടെ കോളിഫ്ലവറിൻ്റെ കളറൊന്ന് മങ്ങും, ഒരു മഞ്ഞ കളർ അടിക്കും. പക്ഷേ നമുക്ക് കളറും ടേസ്റ്റും ഒന്നല്ലല്ലോ, നമുക്ക് ഹെൽത്തി ആയി ഫുഡ് കഴിക്കുകയാണെന്നാണല്ലോ പ്രധാനം.
അതുകൊണ്ട് ഞാനും ഒരല്പം മഞ്ഞളിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് നേരം ഇത് കുക്കാകാൻ മാത്രമൊന്നും നമ്മൾ തിളപ്പിക്കുന്നില്ല. കാരണം ഇത് നമ്മൾ എന്തായാലും ഫ്രൈ ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ അത് നല്ലതുപോലെ കുക്കായി കിട്ടും. ഞാനൊരു പൊടിക്ക് മഞ്ഞൾ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കോളിഫ്ലവർ ഗോബി മഞ്ചൂരിയനൊക്കെ നമുക്ക് ചൂടോടെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. അങ്ങനെയാണ് ചെയ്യാറ്. അതായത് ഒന്ന് തിളപ്പിച്ച് ഊറ്റിയെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് കോൺഫ്ലവറും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് ഒന്ന് പുരട്ടി അത് ഫ്രിഡ്ജിൽ വെക്കും സെറ്റാകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആവശ്യത്തിന് നമ്മൾ കഴിക്കേണ്ട സമയം ആകുമ്പോൾ ഫ്രൈ ചെയ്ത് ഡയറക്റ്റ് ഉണ്ടാക്കി കഴിക്കാറാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചൂടോടെ കഴിക്കാം, ടേസ്റ്റിലും കഴിക്കാം. പിന്നെ ഒരുപാട് പണിയൊന്നുമില്ല. അതൊന്ന് ഫ്രൈ ചെയ്ത് അതിന് വേണ്ട ക്യാപ്സിക്കോ ഉള്ളിയൊക്കെ കട്ട് ചെയ്തെടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സൈഡിൽ ഫ്രൈ ചെയ്യുമ്പം തന്നെ ഇപ്പുറം മസാല റെഡിയാക്കി പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം കഴിക്കാൻ സമയത്ത്. അപ്പോൾ ഇത് ഇവിടുന്ന് തിളക്കട്ടെ. അപ്പോൾ ഞാൻ കരുതി കുറച്ച് തേങ്ങ ചിരകി വെക്കാമെന്ന്. നമ്മുടെ ചിരവ ഒത്തിരി പേര് എൻ്റെ വീഡിയോസിൽ കണ്ടിട്ട് നല്ല റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ഇഷ്ടമായിന്ന്. നിങ്ങളാരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ പറയുക. അപ്പോൾ ഞാൻ ഉച്ചക്ക് കുറച്ച് ചിരകി എടുത്തായിരുന്നു. അപ്പോൾ ബാക്കി ഇത് രണ്ടും കംപ്ലീറ്റ് ചിരകി വെക്കണം. അപ്പം ഞാൻ കറിക്ക് വേണ്ടി എടുക്കുന്നില്ല, എങ്കിലും ചിരകി വെച്ച് കഴിഞ്ഞാൽ കറിക്കൊക്കെ എളുപ്പമാണല്ലോ, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പം ഞാൻ ചിരകുന്നത് കാണിക്കുന്നില്ല, കാരണം നല്ല സൗണ്ട് ഉണ്ടാവും. അതുകൊണ്ട് ചിരകി കഴിഞ്ഞതിന് ശേഷം കാണാം. അപ്പോൾ 5 മിനിറ്റ് ആയപ്പോൾ ഞാൻ കോളിഫ്ലവർ ഇങ്ങനെ വെള്ളം ഊറ്റാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ടുള്ള, കറിക്ക് വേണ്ടി വറുത്തരക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങ ഞാൻ ചിരകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് തേങ്ങ ഞാൻ ഇതുപോലെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുന്നതുകൊണ്ട് ഇതിലെ പാലൊന്നും വറ്റിപ്പോവൊന്നുമില്ല. നല്ലോണം നല്ലതുപോലെ പ്രസ് ചെയ്ത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് തേങ്ങ ചിരകി എടുത്തതുപോലെ തന്നെ കിട്ടും. അപ്പോൾ ഇനി അടുത്ത പരിപാടി കോളിഫ്ലവറിലേക്ക് കുറച്ച് കോൺഫ്ലവറും കുരുമുളക് പൊടിയും ഒക്കെ മിക്സ് ചെയ്ത് ഒന്ന് കുഴച്ച് വെക്കലാണ്. കോളിഫ്ലവർ പെരക്കി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതുക്കിയെടുത്തതാണ്. ചെറുതായി മുറിച്ചിട്ടാലും മതി. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് പെപ്പർ പൗഡർ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിത് ക്രഷ് ചെയ്തിട്ട് വെച്ചതാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ, ഉപ്പ് നമ്മൾ കോളിഫ്ലവർ തിളപ്പിക്കാൻ വെക്കുമ്പോൾ ഇട്ടിട്ടുണ്ട്, എങ്കിലും ഒരു നുള്ളു ഉപ്പ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ കോളിഫ്ലവർ ഇതിലിട്ട് നല്ലതുപോലെ പെരക്കിയെടുക്കാം. കോളിഫ്ലവർ മുക്കിപ്പൊരിക്കാനുള്ള ബാറ്റർ നമ്മൾ വേറെ തയ്യാറാക്കും. ഇതതിലൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ വളരെ ചെറിയ രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് വെലിങ്ങനെയും കട്ട് ചെയ്തെടുക്കാം. അത്ര ക്രിസ്പി ആകണ്ട എന്നാണെങ്കിൽ വലുതായിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കൈ വെച്ച് തന്നെ ഒന്ന് പെരക്കി കൊടുക്കാം. അപ്പോൾ ഇത് നമുക്കൊരു 15 മിനിറ്റാണ് മിനിമം വെക്കേണ്ടത്. ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. അതെല്ലാം നിങ്ങൾക്ക് ഫ്രൈ ചെയ്യാൻ കഴിക്കാൻ സമയമാകുമ്പോൾ എടുത്ത് ഫ്രൈ ചെയ്താലും മതി. അപ്പോൾ ഇത് അടച്ച് വെച്ച് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ അതിനിടയ്ക്ക് ഏട്ടൻ വന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചായ കൂടി അതിൻ്റെ ഇടയിൽ നടന്നു. അപ്പോൾ ഞാനിവിടെ കറിക്ക് വേണ്ട തേങ്ങ വറക്കുകയാണ്. അപ്പോൾ അതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, അതുപോലെ കുറച്ച് കുരുമുളക് ഒക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. നല്ല ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റണം. ചെറിയ തീയിലിട്ട് വേണം വറുത്തെടുക്കാൻ, എങ്കിലേ നമ്മുടെ കറിക്ക് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ മറ്റേ അടുപ്പത്ത് ഞാൻ ചോറ് ഗീ റൈസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ 1-2 വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഗീ റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് പ്രത്യേകം എടുത്ത് കാണിക്കുന്നൊന്നുമില്ല.
അപ്പോൾ തേങ്ങ വറുക്കുകയാണ്. അപ്പോൾ ഞാനിനി വോയിസ് ഓവറാണ് കൊടുക്കുന്നത്, കാരണം ഏട്ടൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ സംസാരമൊക്കെ ഉണ്ടാവും ഇടയിൽ. അതുപോലെ പാട്ടൊക്കെ ലാപ്ടോപ്പിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വോയിസ് ഓവറാണ് ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ ഞാൻ നേരത്തെ ഏട്ടൻ കൊണ്ടുവന്നപ്പോൾ തന്നെ കഴുകി വെച്ചായിരുന്നു, കാരണം കുളിക്കുന്നതിന് മുന്നേ അതൊക്കെ കഴുകി ഒന്ന് പുരട്ടി വെച്ചായിരുന്നു. ഒന്നുമില്ല, കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് പുരട്ടി വെച്ചതാണ്. ഇനി അതിലേക്ക് ഞാനൊരു 4 സവാള ചേർക്കുന്നുണ്ട്. സവാളയൊക്കെ എനിക്ക് ഏട്ടൻ അരിഞ്ഞു തന്നായിരുന്നു, അപ്പോൾ അതൊന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ 4 സവാള ചെറുതായി അരിഞ്ഞത് കൂടെ അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ചതുക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊരു 2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നെ 2 വലിയ തക്കാളി കൂടെ ഇതിൻ്റെ കൂടെ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. വലിയ തക്കാളി അത് കാരണം 2 തക്കാളി ചേർക്കുന്നുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ഒരു 5-6 പച്ചമുളക് കൂടെ കീറി ചേർക്കുകയാണ്. ഇനി ഇതൊക്കെ കൈ ഉപയോഗിച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് ഞമിണ്ടി ചേർക്കുകയാണ്. അപ്പോൾ നല്ലതുപോലെ പുരട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒട്ടും വെള്ളം ചേർക്കാണ്ടാണ് കുക്ക് ചെയ്യുന്നത്. ചിക്കനിൽ നിന്നും ഉള്ളിയിൽ നിന്നും ഒക്കെ വെള്ളം ഇറങ്ങും. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ കുറച്ചുകൂടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ചോറ് റെഡിയായി. ഇനി ചിക്കൻ അടുപ്പത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. വിസിലൊന്നും വെക്കുന്നില്ല, കുക്കറിൽ വെച്ചെന്നേ ഉള്ളൂ. അടച്ച് വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാനുള്ള മാവ് റെഡിയാക്കുകയാണ്. അപ്പോൾ ഞാൻ 1.5 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറുമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കുകയാണ്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് ഓയിൽ കൂടെ, സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്, അതുകൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് ഒരു ബാറ്ററിൻ്റെ രൂപത്തിൽ നമുക്ക് മുക്കിപ്പൊരിക്കാൻ പാകത്തിനുള്ള അളവിൽ വെള്ളം ഒഴിച്ചത് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഞാൻ ആക്ച്വലി വീഡിയോ കംപ്ലീറ്റ് എല്ലാം കുക്കിങ്ങും കാണിക്കണം എന്ന് വിചാരിച്ച് തന്നെയാണ് എടുത്തു തുടങ്ങിയത്. പിന്നെ ഫ്രണ്ട്സൊക്കെ വന്നു, പിന്നെ ആകെ മൊത്തം ഒരു ബഹളമായിരുന്നു, തിരക്കായി. എൻ്റെ കുക്കിങ്ങൊന്നും കഴിഞ്ഞുമില്ല. അങ്ങനെ എല്ലാം എടിപിടി എന്നുള്ള കുക്കിംഗ് ആയിരുന്നു. പിന്നെ അതുകൊണ്ട് പിന്നെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ടങ്ങ് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മളെ ബാറ്ററി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ വറുത്ത് വെച്ച തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ തണുക്കാൻ വെച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ കോളിഫ്ലവർ കുറച്ചെടുത്ത് നമുക്ക് ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നല്ലതുപോലെ കോട്ട് ചെയ്തെടുക്കുക. ഈ സമയത്ത് തന്നെ ഞാൻ അടുപ്പത്ത് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്, അത് ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണ നല്ലതുപോലെ തിളച്ച ശേഷം നമുക്ക് കോളിഫ്ലവർ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ എല്ലാം വ്യക്തമായി നിങ്ങൾക്ക് കാണിക്കുന്നില്ല, കാരണം ചിക്കൻ കറി വറുത്തരച്ച് വെക്കുന്ന ചിക്കൻ കറിയുടെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ റെഫർ ചെയ്യുക. അപ്പോൾ കോളിഫ്ലവർ ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പിയായി വേണ്ടവർ ചെറുതായിട്ട് ഞാൻ എടുത്ത പോലെ ചെറിയ ചെറിയ ഇതളായി കോളിഫ്ലവർ എടുക്കുക. അതല്ലെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് അതുപോലെ തന്നെ ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. തിളച്ച എണ്ണയിലേക്ക് ഇട്ട് ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ക്രിസ്പിയായി കിട്ടും. അപ്പോൾ ഞാനിവിടെ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാൻ എടുത്ത ഓയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് പിന്നെ നമ്മൾ യൂസ് ചെയ്യില്ലല്ലോ. അപ്പോൾ അത് ആ ഓയിൽ തന്നെ കുറച്ചെടുത്ത് ഒരു പാനിലേക്ക് കുറച്ച് ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും വട്ടത്തിൽ ചെറുതായി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ക്യാപ്സിക്കവും ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞു വെച്ചതാണ്, അതുകൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ക്യാപ്സിക്കൊക്കെ പെട്ടെന്ന് കുക്കാവും, ഒരുപാട് നേരം വഴറ്റൊന്നും വേണ്ട. ഞാൻ ഉപ്പൊന്നും ചേർക്കുന്നില്ല, കാരണം നമ്മൾ സോയാ സോസൊക്കെ ചേർക്കുമ്പോൾ അതിൽ അത്യാവശ്യം ഉപ്പുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതങ്ങനെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ട സോസ്, അതായത് 2 ടേബിൾ സ്പൂണ് സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, ടൊമാറ്റോ കെച്ചപ്പ്, അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കട്ടകളില്ലാതെ ഒന്ന് അലിയിച്ചെടുത്ത് അത് ഇതിലേക്ക് ചൂടായി നിൽക്കുന്ന ഈ പാനിലേക്ക് തന്നെ ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. കാരണം പെട്ടെന്ന് ഇത് അടിയിൽ പിടിക്കും, പെട്ടെന്ന് ഇത് കുറുകി വരും കോൺഫ്ലവർ ചേർത്തത് കാരണം.
അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഗ്രേവിയോടെയാണ് വേണ്ടതെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതാ നല്ലതുപോലെ അത് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവിയോടെയാണ് വേണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം. ഞാനിതിലേക്ക് ഒരല്പം 1 ടീസ്പൂണോളം വിനാഗിരി ഒഴിക്കുന്നുണ്ട്. ഞാൻ ഗ്രേവിയൊന്നും ഇല്ലാതെ നമുക്ക് എടുത്ത് കഴിക്കാനുള്ള പാകത്തിനാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് നല്ലതുപോലെ കുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ കൂടെ ചേർക്കാം. അപ്പോൾ അതൊക്കെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ചൊരു മെനക്കേടാണ്, എന്നാലും നല്ല ടേസ്റ്റിൽ നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് ഗോബി മഞ്ചൂരിയനൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഫുഡൊക്കെ റെഡിയായി. ഞാൻ എല്ലാ റെസിപ്പിയും നിങ്ങളെ കാണിച്ചില്ല, കാരണം ഗോബി മഞ്ചൂരിയൻ്റെ റെസിപ്പി മാത്രമേ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാതുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് മാത്രമേ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്താൽ കിട്ടുന്നതാണ്, എൻ്റെ ചാനലിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ അതിനിടയിൽ വന്നായിരുന്നു. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളൊക്കെ ഒന്ന് കണ്ടുമുട്ടുന്നത്. അപ്പോൾ അതിൻ്റേതായ വിശേഷം പറച്ചിലും കുറച്ച് സമയം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു വ്ളോഗ് ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയൊരു ഐറ്റവുമായി കാണുന്നത് വരെ സൈനിങ് ഓഫ് രൂപ്സ്.